അഭിഷേകിന് പ്രായം 17ആയി. പക്ഷേ 17 വയസ്സുള്ള കുട്ടികളെപ്പോലെ അവൻ ഓടാനോ ചാടാനോ കളിക്കാനോ ഒന്നും കഴിയില്ല. ഈ കട്ടിലിൽ തന്നെയാണ് അവൻ്റെ ലോകം. അമ്മയുടെ കരങ്ങളും കരളുറപ്പുമാണ് അവൻ്റെ താങ്ങ്. വെള്ളനാട് പഞ്ചായത്തിലെ വിജയുടെയും പ്രകാശിൻ്റെയും മകനോടാണ് വിധി സമാനതകളില്ലാത്ത ക്രൂരത കാട്ടിയത്. ഡെലിവറിയിൽ മുതലേ അവന് പ്രശ്നമാണ്. ജനിച്ചപ്പം പാലൊന്നും കുടിക്കൂല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ SATയിലാണ് 20 ദിവസം അഡ്മിറ്റാക്കി. സെറിബ്രൽ പാൾസി എന്ന അസുഖത്തോട് ജനനം മുതൽ പോരാടുന്ന അഭിഷേകിനിപ്പോൾ ഫിക്സും വരാറുണ്ട്. ജനിച്ചപ്പം മുതലേ ഫിക്സുണ്ട്. ഫിക്സും പിന്നെ ഓരോരോ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ കരൾ വീക്കത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഈ ഒരുപാട് മരുന്ന് കൊടുത്തതിൻ്റെ പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓവറായിട്ട് മരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ചുമ, പനി, മിക്കപ്പോഴും അസുഖങ്ങളാണ്. ഇപ്പം ഫിക്സിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ലിവറിനും കാണിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ കാസ്ട്രോളജിയിൽ കാണിക്കുന്നുണ്ട്. മോന് MRI എടുത്തപ്പോഴും അവന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് MRI എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ചെയ്താലും ഇതുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. MRI എടുത്ത് നോക്കിയിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. ടാപ്പിംഗ് തൊഴിലാളിയായ പ്രകാശിൻ്റെ മാത്രം വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. മകനെ ചികിത്സിക്കാൻ ആവശ്യമായ പണം കണ്ടെത്താൻ പലപ്പോഴും സാധിക്കാറില്ല. ഒരു സൗകര്യമില്ല. വളരെ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് മോൻ്റെ കാര്യത്തിൽ അവന് ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ട്. പിന്നെ സാമ്പത്തികവും നമുക്ക് അതിന് ഒരു വാടക വീടെടുത്ത് പോകാനുള്ള സാമ്പത്തികവും ഇല്ല. അവിടെ നമുക്ക് തുച്ഛമായ വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. അത് അതിൽ നിന്ന് വാടക കൊടുക്കാനും നമ്മളെ നിത്യവൃത്തി കഴിയാനുള്ള സാമ്പത്തികം കൂടെ ഇല്ല. അതുകൊണ്ടാണ് ഈ ഷെഡിൽ തന്നെ നമ്മൾ കിടക്കുന്നത്. പ്രത്യേകിച്ച് മോൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ജോലി ടാപ്പിംഗ് ആണ്. എനിക്ക് വരുമാനം വളരെ കുറവാണ്, പണി കുറവാണ്. കൊടും ചൂടിനെയും മഴയത്തെത്തുന്ന ഇഴജന്തുക്കളെയും ഭയന്നാണ് അസുഖബാധിതനായ അഭിഷേകുമായി ഈ ഒറ്റമുറി വീട്ടിൽ ഇവർ കഴിയുന്നത്. പിന്നെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ പാമ്പുകൾ വരെ കയറി വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. ഒരു വാടക വീടെടുത്ത് താമസിക്കാനുള്ള സാമ്പത്തികവും നമുക്കില്ല. വേണ്ടപ്പെട്ടവരെ കാണാനോ കുടുംബത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനോ പോകാതെ മകന് കാവലായി കൂട്ടിരിക്കുകയാണ് ഈ അമ്മ. ഒന്നിനും പോകില്ല. എൻ്റെ ചേച്ചിയുടെ മോളെ കല്യാണം ഏപ്രിലായിരുന്നു. അതിന് പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ പോയില്ല. കാരണം മോനെ ഇട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല, ഒരു കാര്യത്തിനും പോവില്ല. അടച്ചുറപ്പുള്ള ഒരു വീടില്ലാത്തത് കാരണം അത്യാവശ്യത്തിനൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ മകനെ പൂട്ടിയിട്ടിട്ട് പോകണം. ഒരു വീടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യം. കാരണം ഇവിടെ സുരക്ഷിതത്വം ഇല്ല. പ്രത്യേകിച്ച് മോന് ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വെള്ളനാടാണ് നമ്മളെ മെയിൻ സ്ഥലം. അവിടെ നമുക്ക് പോകേണ്ടിയൊക്കെ വരും. അപ്പോഴും ഇവിടെ അടച്ചിട്ടിട്ടൊക്കെയാണ് പോകണം. അപ്പോൾ സുരക്ഷിതത്വം ഇല്ല ഇവിടെ. മെയിനായിട്ടുള്ള കാര്യം അതാണ്. ഇദ്ദേഹം ഈ കൊച്ചിനെ ഇവിടെ ഇട്ട് കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഇട്ട് ഈ ചികിത്സ, അതിന് നേരെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അതിന് ട്യൂബ് വഴിയാണ് ആഹാരം കൊടുക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി ദാരിദ്ര്യമായിട്ട് കക്ഷിക്ക് ജോലി പോലും കൂലിപ്പണി പോലും ഇല്ല. ഈ മഴക്കാലത്ത് പിന്നെ മാസത്തിൽ 2-3 ദിവസത്തെ റബ്ബർ വെട്ട് ആ ഒരു ഇതേ കക്ഷിക്കുള്ളൂ. മകനെ സുരക്ഷിതമാക്കാൻ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടിനായുള്ള ആദ്യ ഗഡു ലഭിച്ചെങ്കിലും ബാക്കി ഗഡുക്കൾക്കായി പഞ്ചായത്തിൽ കയറിയിറങ്ങുകയാണ് ഈ കുടുംബം. ഫണ്ടില്ലെന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് ഇവരെ അകറ്റി നിർത്തുന്നത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ലഭിക്കുമെന്ന വീടും പ്രതീക്ഷ മാത്രമാണ്.
പഞ്ചായത്ത് നമ്മൾ ഫോട്ടോ വരെ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചതാണ്. കളക്ടറേറ്റിൽ നിന്ന് ആ ഫോട്ടോ അവിടെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നത് ഫണ്ടില്ലാത്തത് കൊണ്ടാണ് തരാത്തതെന്നാണ് അവർ പറയുന്നത്. ഫണ്ടില്ലാത്തത് കൊണ്ടാണ് തരാത്ത, ഫണ്ട് വന്നാൽ തരാം. പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് ഇത്രയും തുകയൊന്നും കയ്യിൽ നിന്നിട്ട് പണിയാനുള്ള സാമ്പത്തികം നമുക്കില്ല. അല്ലെങ്കിൽ നമുക്കത് ചെയ്തിട്ട് അവർക്ക് എപ്പോഴെങ്കിലും തരുമ്പോൾ നമുക്ക് വാങ്ങിക്കാമെന്ന് പറയും. ഇപ്പം അതിനുള്ള സാമ്പത്തികവും നമുക്കില്ല. ഇവിടെ ഒരു പഞ്ചായമുണ്ട്, വെള്ളനാട് പഞ്ചായം എന്ന് പറയുന്നത്. ഈ പാവങ്ങൾക്ക് വേണ്ടി വീട് ഭവന പദ്ധതി നടപ്പാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് പോലും ഒരു ഇതില്ലാതെ ഈ നനഞ്ഞു ചോർന്ന ഈ ഷെഡിൽ ആണ് കിടക്കുന്നത്. ഒരു പാവമാണ്, ബുദ്ധിമുട്ടാണ് അവൻ്റെ കഷ്ടപ്പാടുകൾ. അതിനെന്തെങ്കിലും ഒരു പോംവഴി ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്ദി. മകൻ്റെ ചികിത്സയ്ക്കും പേടിയില്ലാതെ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു വീടിനും വേണ്ടി സുമനസ്സുകളോട് സഹായം തേടുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ലക്ഷ്മി രേണുക, M5 ന്യൂസ്, തിരുവനന്തപുരം.